KSRTC ബസ്സുകളിൽ ഗുരുതര വീഴ്ച. ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് സംവിധാനമില്ല. 15 വർഷമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിയിട്ടില്ല. ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. ആദ്യം പരാതിക്കാരനായ ഷാജന്റെ പ്രതികരണത്തിലേക്ക്. ഫോറം ഫോർ ജസ്റ്റിസിന്റെ സെക്രട്ടറി എന്ന നിലയിൽ വിവരാവകാശ നിയമപ്രകാരം KSRTCയിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിൽ വയ്ക്കാനുള്ള മരുന്നുകൾ വാങ്ങാറുണ്ടോ എന്നും ഉണ്ടെങ്കിൽ ഏതെല്ലാം വർഷങ്ങളിലാണ് അത് വാങ്ങിച്ചത് എന്നുള്ള ചോദ്യവും, അതോടൊപ്പം തന്നെ 2010 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ ഏതെല്ലാം മരുന്നുകളാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇനം തിരിച്ച് ലഭ്യമാക്കാനും, കൂടാതെ എല്ലാ ബസ്സുകളിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ മറുപടി, ഇല്ലെങ്കിൽ 4(1)D പ്രകാരം മറുപടി ലഭ്യമാക്കാനാണ് ആവശ്യപ്പെട്ടത്. കോർപ്പറേഷൻ തന്ന മറുപടിയിൽ പറയുന്നത് പുതുതായിട്ട് വാങ്ങിക്കുന്ന ബസ്സുകളിൽ, പുതുതായി ലഭ്യമാക്കുന്ന ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതിനർത്ഥം പഴയ ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലും ഇല്ല എന്നതാണ്. മാത്രമല്ല 2010 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഒരു മരുന്നും വാങ്ങിയിട്ടില്ല എന്ന മറുപടിയാണ്. അതായത് മരുന്നുകൾ വാങ്ങാനുള്ള ഉത്തരവുകളൊന്നും നൽകിയിട്ടില്ല എന്ന് വെച്ചാൽ 2010 മുതൽ 2025 വരെയുള്ള ഈ കാലയളവിൽ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ലാത്ത വണ്ടികളുണ്ടെന്നും അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉള്ള വണ്ടികളിൽ തന്നെ മരുന്നുകളില്ല എന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ഇത് വളരെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മറുപടിയും വിഷയവുമാണ്. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് ബോക്സിലെ മരുന്നുകൾ ഇല്ല എന്നുള്ളത് വളരെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. KSRTC ബസ്സുകളിൽ ഗുരുതര വീഴ്ച. വാർത്തയുടെ വിശദാംശങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് സംവിധാനമില്ല. കഴിഞ്ഞ 15 വർഷമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിയിട്ടില്ല എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. വിവരങ്ങൾ. വൃന്ദ, തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് വിവരാവകാശ രേഖയിലൂടെ ലഭിച്ചിരിക്കുന്നത്. KSRTC ബസ്സുകളിൽ ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുന്നു. ബസ്സുകളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അടിയന്തരമായി ഫസ്റ്റ് എയ്ഡ് നൽകേണ്ട, അല്ലെങ്കിൽ ചെറിയ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമായി ഫസ്റ്റ് എയ്ഡ് നൽകേണ്ട സംവിധാനം KSRTC ബസ്സുകളിൽ ഇല്ല എന്നതാണ് ഈ വിവരാവകാശ രേഖയിൽ പറയുന്നത്. 15 വർഷമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ഒരു മറുപടി ലഭിച്ചിരിക്കുന്നത്. കൂടാതെ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ ഘടിപ്പിച്ചിട്ടുള്ളത് അത് പുതുതായി ഇറങ്ങിയ ബസ്സുകളിൽ മാത്രമാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. പുതിയ ബസ്സുകളിൽ ബോക്സുകൾ ഉണ്ടെങ്കിലും അതിൽ മരുന്നില്ല എന്നതാണ് ഈ മറുപടിയിൽ, വിവരാവകാശ മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ ഒരു അനാസ്ഥ എന്ന രീതിയിൽ തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിവരാവകാശ രേഖയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും KSRTC ബസ്സുകളിൽ 15 വർഷമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിയിട്ടില്ല. പുതിയ ബോക്സുകളുള്ളത് പുതിയ ബസ്സുകളിൽ മാത്രമാണ്. എന്നാൽ ബസ്സുകളിലുണ്ടെങ്കിലും അതിൽ മരുന്നുകളില്ല എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ ഒരു വിവരമായി ലഭിക്കുന്നത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം, ഒരു വലിയൊരു അനാസ്ഥ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അനീഷ് ആന്റണി കൂടെ ചേരുകയാണ്. അനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിവരാവകാശ രേഖ വന്നിരിക്കുന്നത്? രേഖ അപേക്ഷ സമർപ്പിക്കാൻ ഈ KSRTC ബസ്സിലെ കണ്ടക്ടർ കൂടിയാണ് ഈ സമർപ്പിച്ചത്. ഷാജൻ P എന്ന് പറയുന്ന ആള് ഷൊർണൂർ സ്വദേശിയാണ്. ഇദ്ദേഹം നിലവിൽ ജോലി ചെയ്യുന്നത് ചാലക്കുടി ഡിപ്പോയിലെ കണ്ടക്ടറായാണ്. ഇദ്ദേഹം ഈ KSRTC ജീവനക്കാരുടെ സംഘടനയായിട്ടുള്ള ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. ഈ ഫോറം ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഘടനയുണ്ട് KSRTC ജീവനക്കാർക്ക് നീതിക്ക് വേണ്ടി. KSRTC ജീവനക്കാർക്ക് ആവശ്യമായ നീതി വാങ്ങിക്കൊടുക്കാൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഫോറം ഫോർ ജസ്റ്റിസ്. ഇതിന്റെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ഈ ഷാജനാണ് ഇത്തരത്തിൽ വിവരാവകാശ അപേക്ഷ നൽകിയത്. ഈ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എഴുതിയിട്ടുള്ളത്. അതായത് 15 വർഷം മുൻപ് 2010 മുതൽ ഇത്തരത്തിൽ KSRTC ബസ്സുകളിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്നോ മറ്റു സാമഗ്രികളൊന്നും KSRTC കോർപ്പറേഷൻ പർച്ചേസ് ചെയ്തിട്ടില്ല. അത് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ നൽകിയിട്ടില്ല എന്നാണ് ഈ രേഖയിലൂടെ പറയുന്നത്. ഗുരുതരമായ വീഴ്ചയാണ്. ഒന്നിൽ സൂചിപ്പിച്ച പോലെ തന്നെ പെട്ടെന്നുണ്ടായിരുന്ന ഒരു അപകടങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ നിരവധി റോഡ് അപകടങ്ങളാണ് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ KSRTC ബസ്സും ഉൾപ്പെടെ നിരവധി ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും പരിക്കുകളോ മറ്റോ പരിക്കുകളോ ഉണ്ടായാൽ അവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത് വളരെ അത്യാവശ്യം ഒരു കാര്യമാണ്. ഇതിനെ ഉപയോഗിച്ച്
ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇത്തരത്തിൽ ബോക്സിൽ ഇല്ല എന്ന് പറയുന്നത്. ഇത് വലിയ ഒരു ഗുരുതര വീഴ്ച തന്നെയാണ്. അതായത് 2 മാസം മുൻപ് KSRTC തന്നെ ഒരു ഇൻസ്പെക്ടർ ബസ് പരിശോധിക്കാനായി കയറിയിരുന്നു ബസ്സിലേക്ക്. ആ സമയത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് പരിശോധിച്ചപ്പോൾ അതിൽ ആവശ്യമായ മരുന്നുകളോ മറ്റോ ഒന്നുമില്ല എന്ന് കാണിച്ച് ആ ബസ്സിലെ കണ്ടക്ടർക്കെതിരെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു ഘട്ടം വന്നു സർക്കാരിലേക്ക്, KSRTC കോർപ്പറേഷനിലേക്ക്. ഇതോടെയാണ് ഈ ബസ്സുകളിലേക്ക് ആവശ്യമായ ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്നുകൾ ഉൾപ്പെടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്ന ഒരു അറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ഷാജൻ എന്ന് പറയുന്ന സ്വന്തം സ്വദേശിയായിട്ടുള്ള കണ്ടക്ടർ ഇങ്ങനെ ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചു. ഈ അപേക്ഷയ്ക്ക് ഉള്ള മറുപടിയാണ് ഇന്ന് ഷാജന് ലഭിച്ചത്. ഇതിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരം ഉള്ളത്. അതായത് 10-15 വർഷമായി ഈ കേരളത്തിലെ സംസ്ഥാനത്ത് ഓടുന്ന KSRTC ബസ്സുകളിലേക്ക് ആവശ്യമായ ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്നുകളൊന്നും തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓർഡർ KSRTC എന്ന് പറയുന്ന സംവിധാനം നൽകിയിട്ടില്ല. അതായത് ബോക്സുകളിലേക്ക് മരുന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല. മരുന്ന് പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ പരിശോധനയ്ക്കിടെ ബോക്സുകളിലെല്ലാം മരുന്ന് കാണും. പിന്നെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ബസ്സുകൾക്കെല്ലാം ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. ഇത്ര വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തുമ്പോൾ അതിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ടെസ്റ്റ് എല്ലാം കടന്നുകൂടുന്നത് എന്നൊരു ഒരു സംശയം കൂടി ഉടലെടുക്കുന്നുണ്ട്. കാരണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് സ്വകാര്യ ബസ്സുകളുടെ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിൽ ഉൾപ്പെടെ ടെസ്റ്റ് പാസ്സാക്കി വിടുന്നത്. അതേസമയം ഈ സ്വകാര്യ ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആവശ്യമായ മരുന്നുകളില്ല എന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വ്യാപക പരിശോധനയൊക്കെ മുൻകാലങ്ങളിൽ നടത്തുകയുണ്ടായി. പിഴ ഈടാക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടായി. എന്നാൽ KSRTC ബസ്സുകളിൽ ഇത്തരം ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഇങ്ങനെ ഒരു മരുന്നും മറ്റു സാധന സാമഗ്രികളും ഇല്ലാതെ എങ്ങനെയാണ് ഇത്രയും കാലം ഈ ബസ്സുകൾ ഓടിയത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വസ്തുത കൂടിയാണ്. എന്തായാലും ആ വിവരാവകാശ മറുപടിയിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് പുതുതായി ഇറങ്ങുന്ന, അതായത് സ്വിഫ്റ്റ് പോലുള്ള പുതുതായി ഇറങ്ങുന്ന ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ്. എന്നാൽ അതിൽ ആവശ്യമായ മരുന്ന് നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരം ആ വിവരാവകാശ രേഖയിൽ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും മരുന്ന് 15 വർഷമായി കോർപ്പറേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ പിന്നെ പുതിയതായി ഇറങ്ങുന്ന ബസ്സുകളിലേക്ക് എങ്ങനെ മരുന്ന് നിക്ഷേപിക്കുമെന്നാണ് ഷാജൻ ചോദിക്കുന്നത്. അതായത് ഈ വിവരാവകാശ രേഖ തെളിയിക്കുന്നത് 15 വർഷമായി KSRTC സംവിധാനത്തിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സിലേക്കുള്ള മരുന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓർഡർ KSRTC നൽകിയിട്ടില്ല എന്നതാണ്. ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് ഉണ്ണി. ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു അനാസ്ഥ ഉണ്ടായി. ഇതിൽ കണ്ടക്ടർക്കും ഡ്രൈവർക്കും അതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് ഉണ്ണി. കാരണം ഈ ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിക്കാനുണ്ടായ കാരണവും അത് തന്നെയാണ്. കാരണം ഈ KSRTC ബസ്സുകളിൽ അടിക്കടി ഇൻസ്പെക്ടർമാർ പരിശോധനയ്ക്കായി കയറും. അത്തരത്തിൽ ഒരു പരിശോധനയ്ക്ക് കയറിയതാണ്. അത് തൃശ്ശൂരിലല്ല, തൃശ്ശൂരിന് പുറത്തുള്ള ഏത് ജില്ലയിലാണ് കൃത്യമായ സ്ഥലം വ്യക്തമല്ല എങ്കിൽ കൂടി പരിശോധനയ്ക്കായി കയറിയ ഇൻസ്പെക്ടർ ആ KSRTC ബസ്സിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പരിശോധിച്ചപ്പോൾ അതിൽ മരുന്നോ മറ്റു സാധനങ്ങളോ ഒന്നും തന്നെ. ഇതോടെയാണ് ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർക്കെതിരെ ഇത്തരത്തിൽ KSRTCക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതോടെയാണ് ഈ ഒരു പരാതി റിപ്പോർട്ട് നടപടി ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമെങ്കിൽ കൂടി റിപ്പോർട്ട് നൽകി എന്നതൊരു വസ്തുതയാണ്. റിപ്പോർട്ട് നൽകിയതോടെയാണ് ഫ്രീഡം ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ KSRTCയുടെ കണ്ടക്ടറും കൂടിയായിട്ടുള്ള ഷാജൻ ഇതിന്റെ സത്യാവസ്ഥ, അതായത് KSRTC മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളിലും എല്ലാ ബസ്സുകളിലും KSRTC ബസ്സുകളിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് സംവിധാനം കാര്യക്ഷമമായി ഉണ്ടോ എന്നുള്ളൊരു അറിവിലേക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു അപേക്ഷ വിവരാവകാശം വഴി വെക്കുന്നത്. ഈ അപേക്ഷയ്ക്കുള്ള മറുപടിയാണ് ഇന്ന് ഷാജന് ലഭിച്ചത്. ഇതിലാണ് ഇത്തരത്തിൽ മരുന്ന് KSRTC കോർപ്പറേഷൻ വാങ്ങിയാൽ മാത്രമേ ബസ്സുകളിൽ മരുന്നുണ്ടാകൂ, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉള്ള ബസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബസ്സിൽ മരുന്നുണ്ടാകൂ. ഇത് ഭൂരിഭാഗം KSRTC ബസ്സുകളിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉള്ള ബസ്സുകളിലാകട്ടെ മരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന വിവരം. നമുക്കറിയാം തൃശ്ശൂരിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചു. നിരവധി സ്ഥലങ്ങളിൽ സംസ്ഥാനത്ത് പല ഭാഗത്തും KSRTC ബസ്സുകൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ അപകടത്തിൽപ്പെട്ടാൽ ആദ്യഘട്ടത്തിൽ ബസ്സിലുള്ള കണ്ടക്ടർ അല്ലെങ്കിൽ ഡ്രൈവർ തന്നെയാണ് ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സിലെ മരുന്നും മുറിവ് വെച്ച് കെട്ടാനുള്ള തുണി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്രിക ഉൾപ്പെടെ അതിലുണ്ടാവും. നിരവധി ഐറ്റംസ് ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ സൂക്ഷിക്കും. അതിൽ അയഡിൻ, ആൽക്കഹോൾ ഉണ്ട്, സൊല്യൂഷൻ ഒരു കുപ്പി വേണം. അതുപോലെ തന്നെ മുറിവ് വെച്ച് കെട്ടാനുള്ള തുണി 15 കെട്ട് സൂക്ഷിക്കണം. അതുപോലെ ക്രിസ്റ്റൽ കുപ്പി സൂക്ഷിക്കണം. അതുപോലെ 50 ml മെഡിസിൻ ഗ്ലാസ് ഉൾപ്പെടെ സൂക്ഷിക്കണം. മുറിവ് കെട്ടാനുള്ള പഞ്ഞ് സൂക്ഷിക്കണം. 25
5 ഗ്രാമിന്റെ 2 കെട്ട് പഞ്ഞിയാണ് സൂക്ഷിക്കേണ്ടത്. ഇത്തരത്തിൽ നിരവധി വസ്തുക്കൾ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വേണ്ടതാണ്. ഇതൊന്നും ഇല്ലാതെ ഒരു അപകടം നടന്നാൽ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനാകുമെന്നാണ് ഷാജൻ ചോദിക്കുന്നത്. കാരണം കോർപ്പറേഷൻ ഇത്തരത്തിൽ മരുന്ന് വാങ്ങി ബോക്സിൽ സൂക്ഷിച്ചാൽ മാത്രമേ ഒരു അപകടം ഉണ്ടായാൽ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ പ്രഥമ ശുശ്രൂഷ നൽകാനുള്ള സാഹചര്യം ഉണ്ടാകൂ. എന്തായാലും ഈ ഒരു ആവശ്യം, അതായത് ഇത്തരത്തിൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ ഇത്തരത്തിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നും സൂക്ഷിക്കണമെന്നാണ് ഫ്രീഡം ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന KSRTC ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഷാജന് പറയാനുള്ളത്. ഉണ്ണി. അനീഷ്, തീർച്ചയായും എന്തായാലും KSRTC ബസ്സുകളിൽ ഗുരുതരമായ അനാസ്ഥയുണ്ട് എന്ന് തന്നെയാണ് ഈ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. ബസ്സുകളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിൽ മരുന്നുകളില്ല, ഫസ്റ്റ് എയ്ഡ് സംവിധാനമില്ല. 15 വർഷമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങിയിട്ടില്ല. അതാണ് ഈ വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. കൂടാതെ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ ഘടിപ്പിച്ചിട്ടുള്ളത് പുതിയ ബസ്സുകൾ, പുതുതായി വരുന്ന ബസ്സുകളിൽ മാത്രമാണ്. എന്തായാലും ദീർഘദൂര ആവശ്യങ്ങൾക്ക്, അതോടൊപ്പം തന്നെ ഓർഡിനറി സർവീസുകളെല്ലാം തന്നെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. എന്തായാലും അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ അടിയന്തര അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അടിയന്തരമായി ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കേണ്ട മരുന്നുകളില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു അനാസ്ഥയായി കാണുന്നത്. പുതിയ ബസ്സുകളിൽ ഈ ബോക്സുകൾ, ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ ഉണ്ടെങ്കിലും മരുന്നുകളില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു അനാസ്ഥ തന്നെയാണ് ഇതിൽ നിന്നും കാണാൻ കഴിയുന്നത്. എന്തായാലും അധികാരികൾ ഇത് കണ്ട് ഇതിൽ നിന്നും കണ്ണു തുറക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും വലിയൊരു അനാസ്ഥ, KSRTC ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സുകളില്ല. വൃന്ദ. തീർച്ചയായും 1-2 വർഷങ്ങളല്ല, കഴിഞ്ഞ 15 വർഷമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്ന് KSRTC വാങ്ങിയിട്ടില്ല. KSRTC ബസ്സുകളിലെ ഗുരുതര വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കാനാവുക. ബസ്സുകളിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് സംവിധാനമില്ല. 15 വർഷമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിയില്ല. ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖയാണ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KC ഉണ്ണികൃഷ്ണൻ, അനീഷ് ആന്റണി എന്നിവർ.